വെൽക്കം ടു എപ്പിസോഡ് 11 ഓഫ് ക്രോഷ്യ ബേസിക്സ്. കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണ് ക്രോഷ്യ റെഗുലർ ഇൻക്രീസ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് എങ്ങനെ ക്രോഷ്യ ഡിക്രീസ് ചെയ്യാന്നുള്ളത് പഠിക്കാം. ഇതിപ്പോ ഞാനൊരു ഫൗണ്ടേഷൻ ചെയിന്റെ മേലെ ഒരു റോ സിംഗിൾ ക്രോഷ്യ ചെയ്തതാണ്. അതിൽ ഈ ഹോള് കാണുന്ന സ്റ്റിച്ചിലാണ് ഞാൻ ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തത്. അതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ എനിക്കൊരു ക്രോഷ്യ ഡിക്രീസ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ആസ് യൂഷ്വൽ നമ്മൾ ആ സ്റ്റിച്ചിന്റെ ഉള്ളിലേക്ക് ഹുക്ക് പാസ് ചെയ്യാം. ഇനി യാൺ ഓവർ ചെയ്തിട്ട് ഒന്ന് ആ ലൂപ്പിന്റെ ഉള്ളിൽ കൂടി തന്നെ പുൾ ത്രൂ ചെയ്യാം. അപ്പൊ നമുക്ക് 2 ലൂപ്പാണ് കിട്ടുക. ഇനി അതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിന്റെ ഉള്ളിലേക്ക് ഹുക്ക് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് അതിന്റെ ഉള്ളിൽ കൂടി തന്നെ പുൾ ത്രൂ ചെയ്യാം. ഇപ്പൊ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഇനി നമ്മൾ ഈ 3 ലൂപ്പിന്റെയും ഉള്ളിൽ കൂടി യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ക്രോഷ്യ ഡിക്രീസ് ചെയ്യുക. ഒന്നുകൂടെ കാണിച്ചുതരാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഞാൻ ക്രോഷ്യ ഡിക്രീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഹുക്ക് പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. അപ്പൊ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഇനി അടുത്ത സ്റ്റിച്ചിന്റെ ഉള്ളിലേക്ക് ഹുക്ക് പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. അപ്പൊ ടോട്ടൽ 3 ലൂപ്പ് കിട്ടും. ഇനി യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിന്റെയും ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്യാം. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത സ്റ്റിച്ചിൽ ഒരു യാൺ ഓവറും ഒരു പുൾ ത്രൂവും മാത്രം ചെയ്യുന്നുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.